അനധികൃതമായിട്ട് മുതലെടുക്കുന്ന ആൾ ഒരു പോക്ക് പോണേ ഭഗവാനെ, ഒടുക്കത്തെ പോക്ക് പോണേ ഭഗവാനെ. നമ്മുടേക്ക് കൊടുക്കാതെ ഇവർക്ക് അവരോട് കൊടുത്ത അല്ല അവൻ കൊടുത്തില്ല, ആ പ്രാവശ്യം കൊടുത്തില്ല. അതുകൊണ്ട് അവരെല്ലാം ഗുണം പിടിക്കത്തില്ല. അങ്ങനൊന്നും അതിനൊന്നും അല്ല. ഏതാണ്ട് പ്രമാണം എടുത്തിട്ട് കൊടുത്തില്ല, പിന്നെ അവസാനം കൊണ്ട് പ്രമാണം കൊടുക്കാം. അല്ലാതെ കാശ് കിട്ടിയതൊന്നും അല്ല. പ്രമാണം കൊണ്ട് ബാങ്കിൽ വെച്ച് ഏതാണ്ട് എടുത്ത് പിന്നെ പ്രമാണം കൊടുത്തിട്ട് അവസാനം പ്രമാണം കൊടുത്തിട്ടുണ്ട്. ഇതാ കഥ. കഥയൊക്കെ ഇതാ എനിക്കറിയാം കഥയായിട്ട്. പുകാരിക്കിനെ കണ്ടവരുടെയൊക്കെ പ്രമാണം എടുക്കാൻ നടക്കുമല്ലോ. കുറെ അമ്മമാരുണ്ട് ഇങ്ങനെ പ്രമാണം എടുക്കാൻ നടക്കുന്നത്. ഇങ്ങനെ കുറെ അവളുമാരും കൊടുക്കില്ലേ. എടുക്കാൻ പോയാൽ പലരുടെയും പ്രമാണം വാങ്ങിച്ച് മൊത്തം ഉണ്ടാക്കാൻ ഇങ്ങനെ കുറെ കണ്ടവളുമാരും ഇങ്ങനത്തെ ഉണ്ട്. കുറെ കണ്ട ആണുങ്ങളെല്ലാം കാശ് വാങ്ങി നടക്കുന്നത്. ഇയാളെ പെണ്ണുങ്ങളെ പ്രമാണം വാങ്ങിക്കാൻ പോണ്ട കാര്യം ഉണ്ടായിരുന്നു. പെണ്ണുങ്ങളെ എന്റെ 66 പവൻ എടുത്തിട്ടാ ഞാനെന്റെ അറിയാത്തവരും വെറും കൺട്രികൾ ഇങ്ങനെ ചെയ്തോളൂ. കൺട്രികൾ വെറും തേവിടിച്ചുകളും വേശികളും ഇങ്ങനെ നടക്കത്തുള്ളൂ. കണ്ട ആളുകളെയൊക്കെ മുതലും വാങ്ങിച്ച് ഒക്കെ നടക്കുന്നത്. അല്ലാതെ കാര്യ ഒരു പക്ഷി വേറെ രീതിയിൽ ഇപ്പൊ ഒരു പക്ഷമുള്ളവരുടെ എല്ലാം വാങ്ങിച്ചു നടക്കുന്നവർ ഇങ്ങനത്തെ വേശിയാണ്. അല്ലാതെ ഞാൻ കണ്ടവരുടെ പ്രമാണം വാങ്ങിക്കാനോ 10 വയസ്സ് പോലും വാങ്ങിയിട്ടില്ല. എനിക്കതുകൊണ്ട് അതേപടി എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് എന്റെ മക്കളെ വളർത്തി. എന്റെ മക്കളെ ആദ്യം അനുസരിച്ച് പഠിപ്പിച്ചു, കല്യാണം കഴിപ്പിച്ചു. അത് മാത്രമേ എനിക്കറിയാം. ഞാൻ അത് അവിടെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, ഇന്നും ഇല്ല, ഒന്നും ഇല്ല. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നവന്മാർ ഈ ലോകത്തുണ്ട് നല്ലപോലെ. അത് അതാ പറയുന്നത്. നല്ല നേരത്തിൽ ജനിക്കാത്തവരും സമയം അറിയാത്തവരും സമയം കറക്കാത്തവരുമായി തുടങ്ങി പറയുമ്പോ എന്തൊക്കെ ഇത് ഇങ്ങനെ പറയും. ഏതോ തന്ത അറിയാത്തത് ഏതോ കള്ളികള് മുതുകള്ളികളുണ്ട്. മുതുകള്ളികൾ ഇങ്ങനെ കള്ളികളുടെ കള്ളന്മാരുടെ എല്ലാം വാങ്ങിച്ചു കിടക്കുന്ന ഇങ്ങനെ വാങ്ങിച്ചു കിടക്കുന്ന കുറെ വേശികളുണ്ട്. ഇങ്ങനെ വേശികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ വേശികളെ വേശികള് വീട് വെക്കാനൊക്കെ പോയതെന്താ അവൻ വീട് വെക്കാൻ ഇതേ തുടങ്ങിയല്ലേ. ഇതെന്താ വീട് തീർന്നില്ലല്ലോ, ഇവിടെ കിടക്കുന്നു എല്ലാം ഇങ്ങനെയൊക്കെ പോയല്ലോ. ഏതോ പെണ്ണുങ്ങളുണ്ട് ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുവോ. പണ്ട് മുതൽ എന്റെ കാറും എല്ലാം വെച്ച് ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് കൊടുപ്പായിരുന്നു ജോലി. ഇങ്ങനെ കാറും എല്ലാം വെച്ച് ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് കൊടുപ്പായിരുന്നു ജോലി. ഓരോ ലക്ഷം വീതം എന്റെ കാറും എല്ലാം വെച്ച് ഇങ്ങനെ എടുക്കുക, പെണ്ണുങ്ങൾക്ക് കൊടുക്കുക, പിന്നെ ആരാനോടെല്ലാം കടം വാങ്ങിക്കുക, ഇങ്ങനെ കൊടുക്കുക. നമ്മള് വാങ്ങിച്ചിരിക്കുന്നത് ഒത്തിരി ആണുങ്ങൾ എത്ര കിട്ടിയാലും മതി വരാത്ത വാങ്ങിച്ചു നിങ്ങളുടെ കെട്ട കെടുതികൾ കെട്ട വേശികളുണ്ട്. ചെക്ക തികയാത്തവന്മാര് അമ്മയ്ക്കെന്താ ആ പെണ്ണുങ്ങളെ പറയുമ്പോ ഇത്ര കൂട്ടാനെന്തുവാ ഏതോ കെട്ട കെടുതികൾ. അതാ പെണ്ണുങ്ങൾ പെണ്ണായിട്ട് ജനിക്കണം. അങ്ങനത്തെ വേശികളാ കണ്ട ആളുകളെ വാങ്ങിച്ചത്. മൂന്ന് വേശികൾ കെട്ടനേരത്ത് ജനിച്ച വേശികളായിട്ടുള്ള പെണ്ണുങ്ങളാ കണ്ട ആളുകളെ വാങ്ങിച്ചിരിക്കുന്നത്. അതാ പറഞ്ഞത്. അങ്ങനത്തെ വേശികൾ നമ്മള് വാങ്ങിച്ചിട്ടില്ല. നമ്മള് ഭർത്താവിന്റെ പോലെ വാങ്ങിച്ചിട്ടില്ല. അവന്റെ പോലെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അവന്റെ ഒരു കാശും വാങ്ങിച്ചിട്ടില്ല. അതുതന്നെ ഞാനും അവന്റെ അവന്റെ സ്വത്തും വാങ്ങിച്ചില്ല. എന്റെ സ്വർണ്ണം ഇങ്ങോട്ട് വരണം. 66 പോലെ ഇങ്ങോട്ട് വരണം. മാസം ഒന്നും അവന്റെ ഒരു കുന്തം ഞാൻ വാങ്ങിക്കുന്നില്ല. അവന്റെ ഇനി എന്റെ പേര് വല്ലവന്മാരൊക്കെ വാങ്ങിച്ചെടുക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇതുപോലെ വളർത്തലൊക്കെ വല്ലവന്മാർ കാണിക്കണം. ഇനി തിരക്കണം. വല്ലവന്മാര് എന്റെ പേര് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചെടുക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ. എന്തൊക്കെയാ പരിപാടികൾ. കള്ളികൾ മുതുകള്ളികളുണ്ട് ഈ ലോകത്ത്. മുതുകള്ളികൾ ഇങ്ങനെയൊക്കെ അഭിനയിച്ച് ഞാനാന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അഭിനയിച്ച് വാങ്ങിക്കുന്ന മുതുകള്ളികളൊക്കെ കാണും. ഇതുപോലത്തെ അത്ര വേശികളായിട്ട് നടക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഈ ലോകത്ത്. കെട്ട കെടുമ്പുകൾ നാണവന്മാരോ ഇല്ലാത്തവന്മാരോ എന്തായാലും. ഞാൻ ദൈവം എന്റെ ജോലിക്ക് പോയി അവൻ നമ്മുടെ നിന്റെ 2 ലക്ഷം പൂര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ 2 ലക്ഷം പൂര എന്ന് പറഞ്ഞ എന്തോ ചീത്തവളിയായിരുന്നു. ചീത്തവളിയായിരുന്നു. നമ്മൾ കോടതിയിൽ പോയിട്ട് തിരിച്ചു പോകുമ്പോ അവന് ഭയങ്കര രോഗം. വിശ്വനാഥൻ എന്ന് പറയുന്ന അങ്ങേര് എനിക്ക് 5 രൂപ കാശ് തന്നിട്ടില്ല. ഏതോ അമ്മമാര് വാങ്ങിച്ചെടുക്കുമായിരുന്നു തോന്നിയില്ല. പിന്നല്ലാതെ എനിക്ക് 5 പൈസ കാശ് തന്നിട്ടില്ല. 5 പൈസ കാശ് നാണോ. ഏത് സീനിയർ ഉണ്ട് 5 പൈസയുടെ കാശ് തന്നിട്ടില്ല. 5 പൈസ. അതേസമയം
2000 രൂപ എല്ലാ വെള്ളിയാഴ്ചയും തരും. പിന്നെ സാർ തന്നിട്ടുണ്ട്, ആഹാരം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഉള്ളത് കണ്ടത് വന്നത് തന്നെ പറയും. ആർക്കാ? അയ്യോ ഇല്ല, ന്യൂട്രി എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തുമാത്രം കാശ് അങ്ങനെ വാങ്ങിക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ. അത് നല്ല നല്ല കുടുംബത്തിൽ ജനിക്കണമേ. പണ്ടേ വല്ലതൊക്കെ കാണുന്ന ഒരു കുടുംബത്തിൽ ജനിക്കണം തരാന്. അങ്ങനെ ഈ വിശ്വനാഥന്റെ എന്തോ ഒരു കുട്ടി കൂരയായിരുന്നു, കൂര. ഇതാ കൂടൊന്നും പറയണ്ട. കുടുംബത്തിൽ നല്ല കുടുംബത്തിൽ ജനിച്ചവരൊക്കെ കൂലിയന്മാർക്ക് കാണിച്ചു കൊടുക്കും. ആകെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള ഒരു കേക്ക് ഞാൻ മറക്കത്തില്ല. ഒരു കേക്കാണ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള ഒരു കേക്ക്, ക്രിസ്മസ് കേക്ക്. അല്ലാതെ 5 പൈസക്കാശ് എനിക്ക് തന്നിട്ടില്ല. പിന്നെ ഒരാൾ എനിക്കൊരു 50 രൂപ പാമ്പിച്ച കിളവൻ കൊണ്ട് തന്നപ്പോ ഞാൻ പറഞ്ഞു സാർ എന്നോട് പറഞ്ഞിട്ടില്ല വാങ്ങിക്കാൻ. അത് തന്നെയല്ല, അവർ പാമ്പിച്ച കിളവൻ എന്നും വഴക്കും വയ്യാവലിയായിട്ടാണ് വീട്ടിൽ നിന്ന് വരുന്നത്. ഇതുപോലത്തെ കുടുംബത്തിൽ ഇതുപോലത്തെ അയാളുടെ മോൻ കിടന്നത് നമ്മളൊന്നും നോക്കേണ്ട. നിങ്ങളുടെ കേസ് ഞാൻ പറയുന്നത് ഞാൻ സാറിന് ചോദിച്ചത് അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. 50 രൂപ കൊണ്ട് ഞാനും നിങ്ങളുടെ കൈ വെച്ചോളാൻ പറഞ്ഞു. ദൈവം കണ്ടിട്ടുണ്ട് ഈശ്വരാ, നീ വരുമ്പോ എനിക്ക് തന്നാൽ മതി. പിടിച്ചു പറിച്ചോളുമാരുടെ എല്ലാം പിടിച്ചു പറിക്കുന്നവളുമാരുടെ എല്ലാം അവസാനം കാണിക്കണം ഭഗവാനെ. അത് മാത്രമേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. അവളുമാരെല്ലാം നശിച്ച് മാറാണക്കല്ല് വെച്ച് പോകണം പിടിച്ച് പറിക്കുന്നവളുമാരും എല്ലാം. എന്നോട് ഒത്തിരി പിടിച്ചു പറിച്ച് ഭഗവാനെ നീ കണ്ടിട്ടുണ്ട്. പിടിച്ചു പറിച്ചതെല്ലാം നശിപ്പിക്കണം ഭഗവാനെ. എന്നോട് പിടിച്ചു പറിച്ചതെല്ലാം നശിപ്പിക്കണം. എന്റെ വീട്ടിലേക്ക് പറയുന്നത് എന്നോട് പിടിച്ചു പറിച്ചതെല്ലാം നശിപ്പിക്കണം. എന്നെ അത് ചെയ്തവരെല്ലാം അതുപോലെ നശിപ്പിച്ച് ഭഗവാനെ മുടിക്കണം. ഭഗവാനെ ഇവന്മാർ എന്നോട് ചെയ്യുന്നതിന് നീ മുടിക്കണം. ഇതെല്ലാം അടിച്ച് നമ്മളെ കൊല്ലാൻ നോക്കുന്നതിനെല്ലാം ഇവന്മാരെ ശരിയാക്കണം ഭഗവാനെ. കൃഷ്ണ, ഇവന്മാരെല്ലാം അടുത്ത് വരുന്നതിൽ ആർക്കേലും വെക്കാൻ ജനിപ്പിക്കണം ഇതുപോലെ. വല്ലവരൊക്കെ നശിപ്പിക്കണം ഇതുപോലെ ഇവന്മാരെ. ഇവന്മാരെ കഴിഞ്ഞത് ഇവന്മാരെ നശിപ്പിക്കാൻ നടക്കുന്നു. എന്നെ നശിപ്പിക്കുന്ന എന്റെ കൊച്ചിനെ കൂടെ നശിപ്പിക്കണം എന്നുള്ളതാണ്. ഓരോ ആൾമാർ നാണോമാനോ ഇല്ലാതെ നടക്കുക. മുതുകേശികൾ കണ്ട ആണുങ്ങളെല്ലാം വാങ്ങിച്ചു ഒരു നാണവും ഇല്ലാത്ത കൈനീട്ടി വാങ്ങിക്കുന്ന കുറെ ആൾമാരുണ്ട്. കേട്ട വട്ടിയൊക്കെ ഇത്രയും നാണം ഇല്ലാത്ത ആൾമാരുണ്ടോ ഭഗവാനെ? ഏതാ ഭഗവാനെ ഇവളുമാരെയൊക്കെ ജനിപ്പിക്കുന്നത്? പേരെന്ന് പറഞ്ഞുതരാൻ പറ. പേര് ഭഗവാനോടെ കാണിക്കുന്നവരുടെ പേരൊക്കെ എനിക്കറിയാം. അറിയാമോ? ഇതിനെ പറയേണ്ട കാര്യമില്ലല്ലോ. വാങ്ങിക്കുന്നവരുടെ പേരൊക്കെ ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനപ്പുറത്തെ കാണിച്ചു തരികയൊന്നും ഇനി വേണ്ട. എനിക്കറിയാം, ഭഗവാനും നല്ലപോലെ അറിയാം. ഭഗവാനെ മറയ്ക്കാനൊന്നും പറ്റത്തില്ല. ഒരവളുമാർക്കും ഭഗവാനെ മറയ്ക്കാൻ പറ്റില്ല. ഭഗവാൻ കാണുന്നുണ്ട്. അവരവരെ ഇല്ലാതാക്കിയ പോലെ ഭഗവാൻ ഇല്ലാതാക്കും.